ഹായ് ഡിയർ, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷാണെങ്കിലോ ഇന്ന് രണ്ടും കൽപ്പിച്ച് തന്നെ കൺമണിക്ക് കോഫി ഇട്ട് കൊടുക്കാനായിട്ട് പോരുക കേട്ടോ ചെയ്യുന്നത്. കാരണം ആദ്യത്തെ ചീറ്റിപ്പോയെങ്കിലും ഇത് നന്നാക്കി കൊടുക്കണം അവൾക്ക്. കാരണം അവൾ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് നിന്നിട്ടില്ല. ഇതെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ എന്ന് പറഞ്ഞിട്ട് കോഫി ഉണ്ടാക്കുക കേട്ടോ. ഇതെല്ലാം തന്നെ കാണുന്ന കൺമണിക്ക് ചിരി വരുന്നുണ്ട്. അതിനുശേഷം തന്നെ കൺമണി ആ കോഫി വാങ്ങിയിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റോട് കൂടിയുള്ളൊരു കോഫി കേട്ടോ കൃഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ പറഞ്ഞാൽ കൃഷിൻ്റെ സ്നേഹം പോലെയായിരിക്കും ഇന്നത്തെ ആ കോഫി കൺമണി കുടിക്കുന്നത് കേട്ടോ. കൺമണിക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനുശേഷം തന്നെ ബലരാമനെ കേട്ടോ കാണിക്കുന്നത്. കിളിയനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറയുന്നുണ്ട്, എനിക്ക് സുജാതയും അതുപോലെ തന്നെ സാഗറും എൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയും പോലെയാണ് കിളിയ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ ഉപേക്ഷിച്ചിട്ട് എനിക്കൊന്നും തന്നെ ഇല്ല. കാരണം അങ്ങനെയാണെങ്കിൽ കൃഷി എൻ്റെ സ്വന്തം അനിയനല്ലേടാ. അതുപോലെ കൃപയും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവരെ എങ്ങനെയാണ് വെറുപ്പിക്കേണ്ടത്? അവരൊരിക്കലും തന്നെ എനിക്ക് ഉപേക്ഷിക്കാനോ കളയാനോ സാധിക്കില്ലടാ. ഇനി ഞാൻ അമ്മ പറഞ്ഞത് കേൾക്കില്ല. സാഗർ കുടുംബത്തിനെ ഒരിക്കലും ഞാൻ നശിപ്പിക്കില്ല. കാരണം അവരെനിക്ക് എൻ്റെ സ്വന്തം അച്ഛനമ്മയും പോലെയാണ്. ഇനി അമ്മ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല എന്നൊക്കെ രീതിയിൽ പറയുമ്പോഴത്തേനും അവിടെ ബലരാമൻ്റെ അമ്മ അതെല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ വളർത്തിക്കൊണ്ട് വന്നത് തന്നെ സുജാതയും സാഗറിനെയും അവസാനിപ്പിക്കുക, ആ കുടുംബത്തെ അവസാനിപ്പിക്കാൻ ഇവൻ്റെ കൈകൊണ്ട് തന്നെ. പക്ഷേ സ്വന്തം ചോരയാണ് അവൻ. കൺമണി അതുപോലെ തന്നെ കൃഷ്ണയും തന്നെ കേട്ടോ. അതായത് കൺമണി പറയുന്നുണ്ട്, ഇത്രയും നല്ല കോഫി ഉണ്ടാക്കാൻ സാറിന് അറിയുമല്ലോ, പിന്നെ എന്താണ്, പിന്നെ എനിക്കൊരു കാര്യം സാറിനോടായിട്ട് പറയാനുണ്ടെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എന്താ കൺമണി എന്ന് പറയുന്നുണ്ട്. അല്ല സാർ, എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ, എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായും കൺമണിയെ ഒരിക്കലും എനിക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറയുന്നുണ്ട്. പിന്നെ കൺമണി, എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ കൃഷ്ണ അവിടെ ഉറങ്ങുക കേട്ടോ. കാരണം കൺമണിയുടെ ഉള്ളിലുള്ള സ്നേഹം പുറത്ത് പറയാനായിട്ട് നോക്കുമ്പോഴത്തേനും കൃഷ്ണ ഉറങ്ങുന്നു. അതിനുശേഷം തന്നെ ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആരോടാണ് പറയേണ്ടത് എന്നൊക്കെ പറയാൻ കേട്ടോ ചെയ്യുന്നത്. പിറ്റേ ദിവസം തന്നെ കൃഷ്ണ രാവിലെ ആകുമ്പോൾ കൺമണിയെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് നോക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും ധനലക്ഷ്മിയും അതുപോലെ തന്നെ അവിടെ എല്ലാവരും കൂടി വരുന്നുണ്ട്. അതിനുശേഷം തന്നെ കൺമണിയെ ധനലക്ഷ്മി രാത്രി മുഴുവൻ അഴിഞ്ഞടിയവൾ എന്ന രീതിയിൽ തന്നെ അവളെ പിടിച്ച് തല്ല് കേട്ടോ ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ കൃഷ്ണന് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും പറഞ്ഞു, അവളൊന്നും ചെയ്യരുതെന്ന രീതിയിൽ പറയുന്നു. കാരണം കൃഷ്ണൻ അടികൊണ്ട പോലെയായി അവൾ ദേഹോപദ്രവം ചെയ്യുന്നത് ഒരിക്കലും തന്നെ കൃഷ്ണന് സഹിക്കില്ല. അത്രയും